ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടിരിക്കുന്നൊരു മീൻ കറി ഉണ്ടാക്കിയാലോ. ഞാനുണ്ടാക്കുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നല്ല മീനാട്ടോ ഈ മീൻ വറക്കാനും കറി വെക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും വൈകുന്നേരം ആയപ്പോഴാണ് ഇച്ചാൻ ഈ മീൻ കൊണ്ടുവന്നത്. ഞാൻ അത് അവരെ കടയിൽ നിന്നൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെയാണ് വരുന്നത്. എങ്കിലും ഒന്നുകൂടെ ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും കേട്ടോ. അപ്പോൾ അതേ മീനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫാസ്റ്റിയും സുന്ദരിയും ഒക്കെ കയറിയിരിക്കുന്ന കണ്ടോ, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്കത് കിട്ടുന്ന എപ്പോഴാണെന്ന് അറിയാനായിട്ട്. മീന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മസാല അരച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഒരു പാത്രത്തിനകത്തോട്ട് ഞാൻ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് സവോളയും എല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണയായിട്ട് ഞാൻ മീൻകറി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് റീസ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതേ രീതിയിൽ പൊടികളെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ നമ്മുടെ ഫിഷ് മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരച്ച് മീൻകറി ഉണ്ടാക്കുമ്പം നല്ലൊരു കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറിയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അരച്ച് മീൻകറി ഉണ്ടാക്കുന്നത്. കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഞാനിവിടെ പുളിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു മസാലയെല്ലാം ഞാൻ അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ വലിയ ചട്ടിയിലാണ് മീൻകറി ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കുഞ്ഞു ചട്ടിയിലാണ് മീൻകറി ഉണ്ടാക്കിയത്. 2 ചട്ടിയാട്ടോ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നത്. എണ്ണ ഒഴിച്ച് ചൂടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തോട്ട് ഉലുവയും കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയല്ല കേട്ടോ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്, കടുകെണ്ണയാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണയൊക്കെ തീർന്നു. ഞാൻ കുറച്ച് എണ്ണ കൊണ്ടുവന്നായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എണ്ണ തെളിയുന്നത് വരെ നമുക്കിത് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ മസാലയ്ക്കകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരച്ച മസാലയിൽ കുറച്ച് മസാല ഞാൻ മാറ്റി വെച്ചിരുന്നു. അതിനകത്തോട്ട് വറക്കാനുള്ള മീനൊക്കെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാൻ കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുരുമുളക് പൊടിച്ചതും കൂടെ. എന്നിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ മീൻ ഞാൻ അടുത്ത 2-3 ദിവസത്തേക്ക് വേണ്ടിയാട്ടോ മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ ബാക്കി വന്ന ആ ഒരു മസാല നമ്മുടെ ഈ ചട്ടിയിലുള്ള ഇതിനകത്തോട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ ഇത് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വന്നു കഴിഞ്ഞ സമയത്ത് നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഇതൊന്ന് തിളപ്പിച്ച് എടുക്കണം. തിളപ്പിച്ചതിന് ശേഷം മീനിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിള വന്നു കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ നമ്മുടെ കറി വെക്കാനായിട്ടുള്ള മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് തലയും വാലും അതുപോലെ വയറിൻ്റെ ഭാഗങ്ങളും ഒക്കെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ കുറച്ച് ചാറോട് കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മീൻകറി ഇവിടെ നല്ല തിളയൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകുറാന്നിരിക്കുന്ന മീൻകറിയാണ് കേട്ടോ. ഇതുപോലെ മീൻകറി വെക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇത് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാട്ടോ കൂടുതൽ ടേസ്റ്റ്. മീൻകറിയൊക്കെ വെച്ചതിന് ശേഷം ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള അപ്പത്തിനുള്ള മാവൊക്കെ അതൊന്ന് റെഡിയാക്കി വെക്കുകയാണ്. പാലപ്പം ഉണ്ടാക്കാനാണ്. അപ്പോൾ അതെല്ലാം അരച്ച് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചക്ക വേവിച്ചതുകൊണ്ട് കേട്ടോ ഇന്നത്തെ വൈകുന്നേരത്തേന്.